ഞാനിന്നിവിടെ പറയാൻ പോകുന്ന വീഡിയോയിലെ വിഷയം എന്തെന്ന് വെച്ചാൽ താരകാസുരൻ എന്നൊരു അസുരൻ പണ്ടുണ്ടായിരുന്ന കഥ എല്ലാവർക്കും അറിയാമായിരിക്കും. ആ അസുരനെ വധിച്ചത് ശിവഭഗവാന്റെ പുത്രനായ മുരുകഭഗവാനായിരുന്നു എന്ന് എല്ലാവർക്കും അറിവായിരിക്കും. എന്നാൽ ആ കഥ വിശദമായിട്ടാണ് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. പണ്ട് ശിവഭഗവാന് ആദ്യത്തെ ഭാര്യയായിരുന്നു സതി എന്ന് അറിയാമല്ലോ. സതിയുടെ അച്ഛനായിരുന്നു ദക്ഷ മഹാരാജാവ്. ആ ദക്ഷ മഹാരാജാവ് ഒരു യാഗം നടത്തിയപ്പോൾ സതി അവിടെ പങ്കെടുക്കാൻ ചെല്ലുകയും ചെയ്തു. പക്ഷേ ദക്ഷ മഹാരാജാവ് തൻ്റെ മകളായ സതിയെ അപമാനിച്ചു വിടുകയാണ് ഉണ്ടായത്. ഇതിൽ മനം നൊന്ത് സതി ആത്മഹത്യ ചെയ്തതും ഭക്ഷന്റെ പ്രവൃത്തിയിൽ കോപാകുലനായ ശിവഭഗവാൻ ഭക്ഷന്റെ തല വെട്ടിയെടുക്കുകയും ചെയ്തു. എങ്കിലും പിന്നീട് ഒരു ആടിൻ്റെ തല വെട്ടിയെടുത്ത് വച്ച ശേഷം ദക്ഷനെ ജീവിപ്പിക്കുകയും ചെയ്തു. സതിയുടെ മരണത്തിൽ അതീവ ദുഃഖിതനായ പരമശിവൻ കൈലാസത്തിൽ തപസ് അനുഷ്ഠിക്കുകയാണ് പിന്നീട് ചെയ്തത്. ഇതിനിടയിൽ താരകാസുരൻ എന്ന ഒരു അസുരൻ 1000 കൊല്ലത്തിൽ കൂടുതൽ തപസ് അനുഷ്ഠിക്കുകയും ചെയ്തു. തപസ്സിനൊടുവിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയും എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിക്കുകയും ചെയ്തു. ശിവഭഗവാന്റെ ഭാര്യയായ സതി മരിച്ച ശേഷം കൊടുംതപസ്സിൽ ഏർപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ട് ഇനി ശിവഭഗവാൻ ഒരു കുടുംബജീവിതത്തിലേക്ക് ഒരിക്കലും മടങ്ങി വരില്ലെന്ന് വിചാരിച്ചിരുന്ന താരകാസുരൻ ബ്രഹ്മാവിനോട് ഒരു പ്രത്യേക വരം ചോദിച്ചു. അതിതായിരുന്നു, ശിവഭഗവാന്റെ പുത്രനായി ജനിക്കുന്ന ഒരാൾക്ക് മാത്രമേ തന്നെ വധിക്കുവാൻ പറ്റുകയുള്ളൂ എന്ന ഒരു വരമാണ് ചോദിച്ചത്. ബ്രഹ്മാവ് ആ വരം കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ ഈ വരം കിട്ടിയ ശേഷം താരകാസുരന് അഹങ്കാരം വളരെയധികം വർദ്ധിക്കുകയും ചെയ്തു. ഭൂമി മുഴുവനും താരകാസുരൻ കീഴടക്കി തൻ്റെ അധീനതയിലാക്കി. ദേവേന്ദ്രൻ്റെ ഭരണത്തിൻ കീഴിലായിരുന്ന ദേവലോകത്തിൻ്റെയും പല ഭാഗങ്ങളും തൻ്റെ അധീനയിലാക്കുകയും ചെയ്തു. അങ്ങനെ ഈ പരമദുഷ്ടനായ താരകാസുരൻ്റെ ദുഷ്പ്രവൃത്തികൾ മൂലം നാടുവിടേണ്ടി വന്നതായ ദേവന്മാർ മഹാവിഷ്ണു ഭഗവാനെ ചെന്ന് കണ്ട് സങ്കടം അറിയിച്ചു. ഈ കാര്യങ്ങൾ കേട്ട മഹാവിഷ്ണു ദേവന്മാരോട് ഭഗവതിയിൽ അഭയം പ്രാപിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു. ദേവന്മാരോടൊപ്പം ഇക്കാര്യത്തിനു വേണ്ടി മഹാവിഷ്ണുവും കൂടി പോവുകയുണ്ടായി. അങ്ങനെ അവർ വളരെ കാലം ഭഗവതിയെ അവർ ധ്യാനിച്ചപ്പോൾ ദേവി അവർക്ക് ദർശനം കൊടുത്തു. ആ ദർശനം കൊടുത്ത ദിവസം മേടമാസത്തിലെ നവമി നാളിൽ ഒരു വെള്ളിയാഴ്ചയായിരുന്നു ആ പുണ്യദർശനമുണ്ടായത്. ദേവി മുന്നിൽ അവതരിച്ചപ്പോൾ ദേവന്മാരും മുനിമാരും വാഴ്ത്തിപ്പാടി. ഇതിനുശേഷം തങ്ങളുടെ ദുഃഖങ്ങൾ ദേവന്മാരും മുനിമാരും കൂടി ദേവിയോട് പറയുകയും ചെയ്തു. താരകാസുരൻ്റെ ശല്യം കാരണം ഒരു യാഗവും നടത്താനാകുന്നില്ല എന്ന് മുനിമാരും അറിയിച്ചു. ശ്രീപരമേശ്വരൻ്റെ മകന് മാത്രമേ താരകാസുരനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു വരം ബ്രഹ്മാവിൽ നിന്ന് ആ അസുരൻ വാങ്ങിച്ച കാര്യവും ദേവിക്കറിയാമല്ലോ. അപ്പോൾ പക്ഷേ ഭാര്യ മരിച്ച ദുഃഖിതനായ ശിവനെ ഭഗവാന് കുടുംബജീവിതം വേണ്ടെന്ന് വെച്ച് സന്യസിക്കുകയാണെന്ന് അറിയാമല്ലോ. ഇങ്ങനെയുള്ളപ്പോൾ ശിവന്റെ പുത്രനായ ഒരാൾക്ക് എങ്ങനെ താരകാസുരനെ വധിക്കാൻ കഴിയും? അതിനുത്തരമായി ദേവി പറഞ്ഞത് ഇങ്ങനെയാണ്: അല്ലയോ ഭക്തന്മാരെ, ദുഃഖിക്കണ്ട. ശിവന് മകൻ ഉണ്ടാകുക തന്നെ ചെയ്യും. അതിനെ വേണ്ടത് ഞാൻ ചെയ്തു കൊള്ളാമെന്നും പറയും. അതിനുശേഷം തൻ്റെ പരമഭക്തനായ ഹിമവാന്റെ മകളായി ദേവി ജനിക്കുകയും ചെയ്തു. ആ കുട്ടിക്ക് ഹിമവാൻ പാർവതി എന്ന് പേര് കൊടുക്കുകയും ചെയ്തു. ഹിമാലയത്തിൽ ശിവഭഗവാൻ തപസ് അനുഷ്ഠിക്കുന്ന സ്ഥലത്തിനടുത്ത് തന്നെയാണ് ഹിമവാന്റെ പുത്രിയായി പാർവതി ദേവിയും ജനിച്ചത്. സതിയുടെ മരണത്തിലുണ്ടായ സങ്കടം സഹിക്കാനാവാതെ ബ്രഹ്മചര്യത്തിൽ കഴിയുകയായിരുന്ന ശിവൻ അക്കാലത്ത് ഭാവിയിൽ തൻ്റെ ബന്ധുവാകുന്ന അദ്ദേഹത്തിൻ്റെ തപസ്സിന് വേണ്ടതെല്ലാം ഒരുക്കി കൊടുക്കുന്നതിനായി തൻ്റെ മകളായ പാർവതിയെ ഏർപ്പെടുത്തി ഹിമവാൻ. കൈലാസനാഥനായ ശിവനോട് ഇഷ്ടമുണ്ടായിരുന്ന ഹിമവാന്റെ മകളായ പാർവതിക്ക് എന്നാൽ കൊടും തപസ്സിലേർപ്പെട്ടിരുന്ന പരമശിവന് യാതൊരു വികാരവും
നിൽക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ദ്രൻ ഇക്കാര്യത്തിനായി കാമദേവനെ ചുമതലപ്പെടുത്തി. പൂക്കൾ കൊണ്ട് അസ്ത്രമയച്ച കാമദേവന് ശിവന്റെ തപസ്സിന് ഭംഗമുണ്ടാക്കാൻ സാധിച്ചു. പക്ഷേ ഇതറിഞ്ഞ ശിവൻ ദേഷ്യത്തിൽ തൻ്റെ തൃക്കണ്ണ് തുറക്കുകയും ചെയ്തപ്പോൾ തൻ്റെ മുന്നിൽ വന്നുപെട്ട കാമദേവൻ ഒരു പിടി ഭസ്മമാവുകയും പോവുകയും ചെയ്തു. ഈ കാഴ്ച കാണാനിടയായ പാർവതീദേവിക്ക് തൻ്റെ ആഗ്രഹം സാധിക്കണമെങ്കിൽ കുടുംബ തപസ് തന്നെ വേണ്ടിവരുമെന്ന് മനസ്സിലാക്കുകയും അന്നു മുതൽ കൊടും തപസ്സിലേർപ്പെടുകയും ചെയ്തു. അങ്ങനെ കൊടും തപസ്സിലേർപ്പെട്ട പാർവതീദേവി ഭക്ഷണവും ജലവും എല്ലാം പൂർണ്ണമായി ഉപേക്ഷിച്ചു. കടുത്തരായ മുനിമാരുടെ ഇടയിൽ ഭാരതീയനേക്കാൾ കഠിനമായ തപസ്സിൽ ഏർപ്പെട്ട പാർവതിയെ ഒരു ദിവസം ഒരു മഹാബ്രാഹ്മണൻ സന്ദർശിച്ചു. ബഹുമാന പുരസ്സരത്തോടെ ആ ബ്രാഹ്മണനെ സൽക്കരിച്ച പാർവതിയോട് കുശലാന്വേഷണങ്ങൾക്ക് ശേഷം ആ ബ്രാഹ്മണൻ എന്ത് കാര്യത്തിനാണ് തപസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തു. ഇത് അറിഞ്ഞ ആ ബ്രാഹ്മണൻ പാമ്പുകളെ കഴുത്തിയിട്ട് ഭസ്മം ശരീരമാകെ പൂശി നടക്കുകയും മരവുരി തുണി ഒക്കെ ഉടുക്കുന്ന വസ്ത്രമൊക്കെ ഉടുക്കുന്നതിന് പകരം മരവുരിയും ഉടുത്ത് നടക്കുന്ന പരമശിവനായ ഒരു വൃത്തികെട്ട മനുഷ്യനെയാണോ നിനക്ക് കല്യാണം കഴിക്കാൻ തോന്നുന്നത് എന്നൊക്കെ ചോദിച്ച് കളിയാക്കുകയും മറ്റൊക്കെ ചെയ്തപ്പോൾ പാർവതിക്ക് ദേഷ്യം വരികയും ചെയ്തു. അങ്ങനെ ദേഷ്യം വരികയും ആ സന്യാസിയോട് പാർവതി വഴക്കുകൂടുകയും ചെയ്തു. പരമശിവനെ പറ്റി ഇനി യാതൊരുവിധ കുറ്റവും കുറവും തന്നോട് പറയരുതെന്നും അത് കേൾക്കുവാൻ തനിക്കൊട്ടും തന്നെ ഇഷ്ടമില്ലെന്നും ആ ബ്രാഹ്മണനോട് പാർവതി പറയുകയും ചെയ്തു. ശിവഭഗവാൻ ബ്രാഹ്മണന്റെ വേഷത്തിൽ അവിടെ വന്നതാണെന്ന് പാർവതിക്ക് അറിയില്ലായിരുന്നു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശിവഭഗവാൻ തൻ്റെ സ്വന്തം രൂപത്തിൽ പാർവതിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും പാർവതിയെ തൻ്റെ പത്നിയാക്കാൻ തനിക്ക് സമ്മതമാണെന്ന് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഹിമവാൻ ശിവപാർവതിമാരുടെ വിവാഹം ഗംഗേമമായി നടത്തുകയും ചെയ്തു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഇവരുടെ പുത്രനായി സുബ്രഹ്മണ്യസ്വാമി ജനിക്കുകയും ചെയ്തു. പ്രായപൂർത്തിയായപ്പോൾ സുബ്രഹ്മണ്യനെ ദേവന്മാരുടെയും ഗന്ധർവന്മാരുടെയും സേനാപതിയാക്കി വാഴിക്കുകയും ചെയ്തു. സൈന്യത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത ശേഷം സുബ്രഹ്മണ്യൻ ദേവന്മാരുമൊത്ത് അസുരന്മാരെ യുദ്ധത്തിന് വിളിച്ചു. ധാരാളം അസുരന്മാരുമൊത്ത് താരകാസുരൻ യുദ്ധത്തിന് ചെല്ലുകയും ചെയ്തു. ഈ യുദ്ധത്തിൽ താരകാസുരൻ സുബ്രഹ്മണ്യനാൽ വധിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് കുറേ കാലത്തിന് ശേഷം സുബ്രഹ്മണ്യൻ ദക്ഷൻ എന്നൊരു രാജാവിൻ്റെ മകളായ ദേവസേനയെയും പിന്നീട് വള്ളിയെയും വിവാഹം ചെയ്തു. ഇതിനു മുമ്പായി ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുള്ള ലോങ് വീഡിയോകളായ ക്ഷേത്രങ്ങളുടെയും വീഡിയോയും മറ്റും കാണാത്തവരുണ്ടെങ്കിൽ അതെല്ലാം കാണുകയും സബ്സ്ക്രൈബ്, ലൈക്ക് എന്നിവ ചെയ്യുകയും കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്ന് ഇടാനും താല്പര്യപ്പെടുന്നു. അതിൽ ശിവൻ പാർവതിമാരെ ഉള്ള അമ്പലമായ തിരുവനന്തപുരത്തെ ശ്രീകണ്ഠേശ്വരം അമ്പലം എന്നൊരു അമ്പലത്തിൻ്റെ വീഡിയോയും ഒരു മാസം മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ അമ്പലമായ കവടിയാർ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്നൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതൊന്നും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതെല്ലാം കൂടി കാണണമെന്ന് താല്പര്യപ്പെടുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തീർക്കുന്നു. ഇനി അടുത്ത വീഡിയോ അടുത്ത ദിവസം ഇടുമ്പോൾ കാണാം.